സഞ്ജു സാംസണെ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചേക്കും. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് അറിയുന്നത്. ഋഷഭ് പന്തിന് പകരമാണ് സഞ്ജു സാംസൺ ടീമിലെത്തുക. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, സഞ്ജു വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയാൻ പോകുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും പ്രജൻ, അത് തന്നെയാണ്. കാരണം ഏകദിന കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഉജ്ജ്വല പ്രകടനം, അതിലൂടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവുക, അതിന് പിന്നാലെ IPL-ലും 2 സെഞ്ചുറികളുമായി തിളങ്ങി നിൽക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഋഷഭ് പന്തിന്റെ മോശം ഫോം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഞ്ജു സാംസണെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. സഞ്ജു അവസാനം കളിച്ചത് 2023 ഇന്ത്യൻ ഏകദിന ടീമിൽ. അന്ന് അവസാനത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി അടിച്ചതാണ്. എന്നിട്ടും സഞ്ജുവിനെ പിന്നീട് പരിഗണിച്ചില്ല. ഓരോ ഘട്ടത്തിലും KL രാഹുലിനെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആക്കുമ്പോഴും ഋഷഭ് പന്തിന് വീണ്ടും അവസരം കൊടുക്കുമ്പോഴും സഞ്ജുവിന് ഒരു അവസരം കൊടുക്കാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ലോകകപ്പിലെ സഞ്ജുവിന്റെ ഉജ്ജ്വല പ്രകടനത്തോടുകൂടി ഇനി ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത തരത്തിൽ സഞ്ജു മാറിയിരിക്കുകയാണ്. അതിന് പിന്നാലെയുള്ള IPL-ലെ ഉജ്ജ്വല പ്രകടനം കൂടിയാവുമ്പോൾ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഇന്നൊവേറ്റബിൾ ആയി മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സഞ്ജുവിന് എന്തായാലും ഈ ഏകദിന ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ 2027-ലെ ഏകദിന ലോകകപ്പിലും കണ്ണുവെക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. പ്രജൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.